കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പുക ഉയർന്നത് ആശങ്ക പടർത്തി. പുക കണ്ടത് അത്യാഹിത വിഭാഗത്തിന്റെ 6ാം നിലയിൽ. രോഗികളെ മാറ്റി അപകടം ഇലക്ട്രിക് വിഭാഗത്തിന്റെ പരിശോധനയ്ക്കിടെ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ. സമഗ്ര ഫയർ ഓഡിറ്റിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി. പൂരാവേശത്തിൽ തൃശൂരിലെ പൂരപ്രേമികൾ. തെക്കേ ഗോപുരവാതിൽ തുറന്ന് പൂരവിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ എന്ന ആന. സമ്പൂർണ്ണ സംപ്രേഷണവുമായി കേരള വിഷൻ ന്യൂസ്. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പേവിഷബാധയുടെ ലക്ഷണങ്ങളുമായെന്ന് ആശുപത്രി അധികൃതർ. തെരുവു നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് മന്ത്രി MB രാജേഷ്. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരി പിടിയിൽ. നെയ്യാറ്റിൻകര സ്വദേശി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതായി പോലീസ്. പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ മറന്നതിനാൽ വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയതായി മൊഴി. വ്യാജ ഹാൾ ടിക്കറ്റ് ഹാജരാക്കിയ വിദ്യാർത്ഥിക്കെതിരെ കേസ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. ഒളിത്താവളം തകർത്ത് സൈന്യം. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യ. തീവ്രവാദികളെ സഹായിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടയാൾ നദിയിൽ ചാടി മരിച്ചു. ബാഗ്ലിഹാർ അണക്കെട്ടിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താൻ ഇന്ത്യയുടെ തീരുമാനം. UN സുരക്ഷാ സമിതി യോഗം ഇന്ന്. വിവാദങ്ങൾക്കിടെ റാപ്പ് ഗായകൻ വേടൻ ഇന്ന് ഇടുക്കിയിൽ പാടും. സർക്കാരിന്റെ എന്റെ കേരളം പ്രദർശനമേള വേദി. പ്രവേശനം 8000 പേർക്ക് മാത്രമെന്ന് പോലീസ്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട ശേഷമുള്ള വേടന്റെ ആദ്യ സ്റ്റേജ് ഷോ. ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കാസർകോട്ട് തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് NA നെല്ലിക്കുന്ന് MLA. ഇടതുപക്ഷ സർക്കാർ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കണമെന്ന് സമരക്കാർ. തമിഴ്നാട് നീലഗിരി നെല്ലാക്കോട്ട ടൗണിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാൻ വാഹനങ്ങളും കെട്ടിടങ്ങളും നശിപ്പിച്ചു. പ്രതിഷേധിച്ച നാട്ടുകാർ. മയക്കുവെടി വെക്കണമെന്ന ആവശ്യം ശക്തം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. പ്ലേ ഓഫ് സാധ്യത സജീവമാക്കാൻ ഡൽഹിക്ക് ജയം അനിവാര്യം.